ന്യായാധിപന്മാർ ഭരിച്ചിരുന്ന സമയത്ത് പണ്ട് ഇസ്രായേലിൽ ക്ഷാമമുണ്ടായി. അപ്പോൾ എലിമലേക്ക് എന്നൊരാൾ ഭാര്യ നവോമി, രണ്ട് ആൺമക്കളായ മഹ്ലോൻ, കിലിയോൺ എന്നിവരുമായി മൊവാബ് എന്ന വിദേശ രാജ്യത്തേക്ക് പോയി. അവിടെ വച്ച് എലിമലേക്ക് മരിച്ചു. പിന്നീട് ആൺമക്കൾ മൊവാബിയ സ്ത്രീകളായ ഓർഫ, റൂത്ത് എന്നിവരെ വിവാഹം ചെയ്തു. 10 വർഷത്തിനു ശേഷം ആൺമക്കളും മരിച്ചുപോയി. അങ്ങനെ നവോമിയും മരുമക്കളും തനിച്ചായി. ഇസ്രായേലിൽ ക്ഷാമം മാറി എന്നറിഞ്ഞ നവോമി സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. മരുമക്കളോട് അവരവരുടെ വീട്ടിലേക്ക് തിരികെ പോകാൻ അവൾ ആവശ്യപ്പെട്ടു. ഓർഫ അവളുടെ നാട്ടിലേക്ക് തിരികെ പോയി. പക്ഷേ റൂത്ത് നവോമി വിട്ടുപിരിയാൻ തയ്യാറായില്ല. നീ പോകുന്നിടത്ത് ഞാനും പോരും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. അങ്ങനെ അവർ നവോമിയുടെ സ്വദേശമായ ബെത്ലഹേമിൽ തിരിച്ചെത്തി. ദാരിദ്ര്യത്തിലായിരുന്ന അവർ വയലിൽ കൊയ്ത്തു കഴിഞ്ഞ് ബാക്കി വരുന്ന ധാന്യങ്ങൾ പെറുക്കിയെടുത്ത് ജീവിക്കേണ്ടി വന്നു. ഒരു ദിവസം റൂത്ത് സമ്പന്നനായ ബോവാസിന്റെ വയലിൽ എത്തിച്ചേർന്നു. ബോവാസ് നവോമിയുടെ ഭർത്താവായ എലിമലേക്കിന്റെ അടുത്ത ബന്ധുവായിരുന്നു. റൂത്തിനെ കണ്ടപ്പോൾ ബോവാസ് അവൾ ആരാണെന്ന് അന്വേഷിക്കുകയും നവോമിയോട് അവളുടെ സ്നേഹവും വിശ്വസ്തതയും അറിഞ്ഞപ്പോൾ അവളെ ബഹുമാനിക്കുകയും ചെയ്തു. ബോവാസ് റൂത്തിനോട് നല്ല രീതിയിൽ പെരുമാറുകയും അവൾക്ക് ധാന്യങ്ങൾ പെറുക്കാനായി ധാരാളം അവസരങ്ങൾ നൽകുകയും ചെയ്തു. നവോമി ബോവാസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും റൂത്തിനെ ബോവാസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. റൂത്തിന്റെ നല്ല മനസ്സ് മനസ്സിലാക്കിയ ബോവാസ് അവളെ വിവാഹം കഴിച്ചു. അവർക്ക് ഓബേദ് എന്നൊരു മകൻ പിറന്നു. ഈ ഒബേദാണ് പിന്നീട് മഹാനായ ദാവീദ് രാജാവിന്റെ മുത്തശ്ശനായി തീർന്നത്. റൂത്തിന്റെ സ്നേഹവും വിശ്വസ്തതയും ദൈവത്തിലുള്ള വിശ്വാസവുമാണ് ഈ കഥയുടെ കാതൽ. ക്രിസ്തുവിൽ പ്രിയരെ, ഈ കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ലോഗോസ് മാതൃകയിലുള്ള പഠനത്തിനായി അടുത്ത വീഡിയോകൾ ശ്രദ്ധാപൂർവം കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.